നമ്മുടെ അമൃത്സർ പഞ്ചാബിലുള്ള ഇന്ത്യൻ ആർമി ഒരു ഡെമോ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ്, പ്രത്യേകിച്ച് ആകാശ് ഉൾപ്പെടെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ്, L-70 എയർ ഡിഫൻസ് ഗൺസ് ഇതൊക്കെ ചേർന്നുകൊണ്ട് ഈ ഗോൾഡൻ ടെമ്പിളിനെ പാകിസ്ഥാന്റെ ആക്രമണങ്ങളിൽ നിന്നും മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്തതെന്നു. പാകിസ്ഥാൻ 3-4 ദിവസത്തിനിടയിൽ അവരുടെ മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുമോ അതിന്റെ മാക്സിമം ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്തു. എന്ന് വെച്ചാൽ അവരുടെ സകല ആയുധങ്ങളും സകലതും പുറത്തെടുത്ത് ശ്രമിച്ചിട്ടും ഇന്ത്യയെ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യയുടെ അടുത്ത് കിട്ടുന്ന തിരിച്ചടിക്കാണെങ്കിൽ കണക്കില്ല. ഒന്നിന് വില ഒന്നായിട്ട് പ്രഹരമാണ്. ഇടയ്ക്ക് ഒരു വാർത്ത ഞാൻ കണ്ടു. ഇന്ത്യ ആദ്യത്തെ ആക്രമണം അവരുടെ ഒരു ബേസിൽ നടത്തിയ സമയത്ത് അവരുടെ പ്രധാനമന്ത്രി സ്വിമ്മിംഗ് പൂളിൽ കിടക്കായിരുന്നു. അപ്പോൾ അവരുടെ മിലിറ്ററി ജനറൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇന്ത്യയുടെ മിസൈൽ വന്നിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. സീരിയസ്ലി അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. ഞാൻ വെറുതെ പറയുന്നില്ല. ഇന്നലെ ഞാൻ നമുക്ക് വാർത്തകളിൽ വന്നതാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം സ്വിമ്മിംഗ് പൂളിൽ കിടക്കണം. രാത്രി 2 മണിക്കോ 2:30 സംഭവം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കോൾ വരുന്നു, അദ്ദേഹം കാര്യം എടുക്കുന്നു, എയർബേസ് ആക്രമിച്ചിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് നമ്മുടെ മൂപ്പര് ഇങ്ങോട്ട് നമ്മുടെ പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ആശ്വാസമായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും മൂപ്പര് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുകയാണ്. സോ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത കോൾ വന്നു, വീണ്ടും അവിടെ നിന്ന് കയറി ഇന്ത്യ രണ്ടാമത്തെ എയർബേസും ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ആശ്വാസമായി. അദ്ദേഹം വീണ്ടും പൂളിലോട്ട് ഇറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു മൂന്നാമത്തെ എയർബേസ്. അങ്ങനെ അദ്ദേഹം ഓരോ തവണ പൂളിൽ ഇറങ്ങും. അദ്ദേഹം ഒന്ന് നീന്തി തുടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോഴേക്കും അടുത്ത കോൾ വരും. അങ്ങനെ 11ാമത്തെ തവണയും കോൾ വന്നപ്പോൾ അദ്ദേഹം പിന്നെ പൂളിൽ ഇറങ്ങുന്നത് ഉപേക്ഷിച്ച് തിരിച്ചു വന്നു എന്നാണ് കരക്കമ്പി. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു 2 തവണ ഇത്തരത്തിൽ അദ്ദേഹത്തിന് മിലിറ്ററി ജനറലിന്റെ കോൾ വന്നു എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് ഊഹിക്കാം. മൂപ്പർക്ക് കുളിക്കാൻ പറ്റിയിട്ടില്ല. നമ്മാതിരി അടിയാണ് ഇന്ത്യ അടിച്ചത്. അപ്പോൾ ഇന്ത്യൻ ആർമി ചെയ്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഈ പറഞ്ഞ ഇവർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ക്ഷേത്രങ്ങൾ, അത് അമ്പലങ്ങൾ, പള്ളികൾ, ഇതെല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ പള്ളികൾ ആക്രമിച്ചാലും പ്രശ്നമാണെന്ന് അത് മോദി എന്ന് പറഞ്ഞാലേ അതിന് റെഡി ആയിട്ട് മാധ്യമങ്ങൾ ഇരിക്കുകയാണ് അവിടെ. അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒക്കെ പള്ളികളോ ഗുരുദ്വാരയോ ഒക്കെ ആക്രമിച്ചിട്ട് അത് മോദിയുടെയും നമ്മുടെ ഇന്ത്യയുടെയും തലയിലേക്ക് വെക്കുക എന്നുള്ള അജണ്ട കൂടി ഇവർക്ക് ഉണ്ടാകാം. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ അങ്ങനെ എഴുതാൻ തയ്യാറായിരിക്കുകയാണ്. ഇത് ഇൻഫർമേഷൻ കൊടുക്കാൻ എവിടെയോ ഉള്ള അജ്ഞാതരായ 2 US ഒഫീഷ്യൽസ് ഉണ്ട്. ഇന്ത്യ ആണെന്ന് പറയുക എന്നതാണ് അവരുടെ ജോലി എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് റിപ്പോർട്ട് ഇവരെ ഏറ്റുപിടിച്ച് ബാക്കിയുള്ളവരും അങ്ങ് റിപ്പോർട്ട് ചെയ്ത് പോകും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത് തടയാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മുടെ സിവിലിയൻസിനെ, നമ്മുടെ നഗരങ്ങളെ, നമ്മുടെ കെട്ടിടങ്ങളെ, മിലിറ്ററി ബേസുകളെ ഒക്കെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് നമ്മൾ പ്രതിരോധിച്ച് നിർത്തി, അതിനെ തടഞ്ഞ് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിട്ടാണ് പാകിസ്ഥാൻ അടിച്ചത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആക്രമണങ്ങളെ നമുക്ക് പരമാവധി തടയാൻ കഴിയുന്നതും തിരിച്ച് നമുക്ക് വലിയ ആക്രമണങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നതും. ഇന്ത്യക്ക് നാശനഷ്ടങ്ങൾ കൂടുതലുണ്ടായത് അതിർത്തികളിൽ പാകിസ്ഥാൻ നടത്തിയ ഷെൽ ആക്രമണത്തിലാണ് കുറെ നഷ്ടങ്ങൾ. എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ വീടുകളും മറ്റും ഒക്കെ തകർന്നിട്ടുണ്ട്, കടകൾ ഒക്കെ തകർന്നിട്ടുണ്ട്. അതുണ്ടായിട്ടുണ്ട്. യുദ്ധമാകുമ്പോൾ ഒരിക്കലും വൺ സൈഡ് അല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. പക്ഷേ പാകിസ്ഥാൻ നടത്തിയ എല്ലാ പ്രധാനപ്പെട്ട അറ്റംപ്റ്റുകളും പരിപൂർണ്ണമായിട്ട് നമുക്ക് തകർക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവർ തോറ്റ് എന്ന് സമ്മതിച്ചത്. അവരുടെ ആളുകളോട് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അവർക്ക്. പക്ഷേ ഇന്ത്യയെ വിളിച്ച് സീസ് ഫയറിന് ആവശ്യപ്പെട്ടത് പരാജയപ്പെട്ടു എന്ന് ഉത്തമ ബോധ്യം വന്നപ്പോഴാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.